Hello, good morning dear students. Once again welcome back to part 6 of financial accounting. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എങ്ങനെയാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോ PDF രൂപത്തിൽ നമുക്ക് ഓരോ വീഡിയോസിൻ്റെയും താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോട്ട്സൊക്കെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ പാർട്ട് 6 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്ക് നമ്മൾ കണ്ടിന്യൂഷനാണ്. അസർട്ടൈൻമെൻറ്റ് ഓഫ് മിസ്സിംഗ് ഫിഗേഴ്സ് ആണ്. അതായത് സിംഗിൾ എൻട്രിയിൽ നിന്ന് ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അക്കൗണ്ടിങ് പ്രൊസീജിയറാണ് ഉള്ളത് എന്നുള്ള ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മളിനി മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും സിംഗിൾ എൻട്രിയിൽ നിന്ന് ഡബിൾ എൻട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം അക്കൗണ്ട്സ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക, ആ ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇനി രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പർച്ചേസിൻ്റെ കാര്യമാണ്. ആദ്യം നമ്മൾ സെയിൽസിൻ്റെ കാര്യമാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് മനസ്സിലാക്കിയത്. അസർട്ടൈൻമെൻറ്റ് ഓഫ് സെയിൽസ് ആയിരുന്നു. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. അസർട്ടൈൻമെന്റ് ഓഫ് പർച്ചേസസ് നമുക്ക് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അത് എന്തോ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്? ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ പർച്ചേസും ക്രെഡിറ്റേഴ്സും തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ കടമായിട്ട് സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകളാണല്ലോ നമ്മുടെ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ക്രെഡിറ്റിന് എത്രത്തോളം വാങ്ങിച്ചിട്ടുണ്ട്, കടമായി എത്രത്തോളം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇവിടെ ഇതിൻ്റെ വലതുഭാഗത്ത് കണ്ടോ, ക്രെഡിറ്റ് സൈഡിൽ ബാലൻസിംഗ് ഫിഗർ എന്ന് പറഞ്ഞ ഉത്തരം വരും. അത് ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസസ് ഇൻക്ലൂഡ് ക്യാഷ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ്. ക്യാഷ് പർച്ചേസ് പിന്നെ ക്യാഷ് ബുക്ക് വഴി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇത്രത്തോളം രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ക്രെഡിറ്റ് പർച്ചേസ് കാണാൻ പറ്റില്ല. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അത്രയേ ഉള്ളൂ ഇവിടെ മനസ്സിലാക്കാനുള്ള കാര്യം. ഇനി ഈ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അതിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്ത കാര്യമാണ് ഇവിടെ വരിക. പൈസ കൊടുത്താൽ നോർമൽ എൻട്രി എന്തായിരിക്കും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അഫ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വരുന്നത്. പിന്നെ ബിൽസ് പേബിൾ അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അഫ്റ്റർ ടു ബിൽസ് പേബിൾ വരും. അതുപോലെ ഡിസ്കൗണ്ട് വരും. ഓക്കെ, ഡിസ്കൗണ്ട് അനുവദിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അഫ്റ്റർ ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്ന് വരും. അങ്ങനെ അലവൻസ്, റിബേറ്റ്സ്, പിന്നെ അതുപോലെ ട്രാൻസ്ഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ വരിക ബാലൻസ് ബ്രോ ഡൗൺ വരും. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വരും. ബാലൻസ് ബ്രോ ഡൗൺ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. പിന്നെ ക്യാഷ് വരും. പിന്നെ ബിൽസ് പേബിൾ ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ, ബിൽസ് പേബിൾ ഡിസോണർ ആയാലും ഇവിടെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെബിറ്റ് സൈഡിൽ വരും. അത് ഡിസോണർ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളവിടെ പൈസ കൊടുക്കാനാവും. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ട്രാൻസ്ഫേഴ്സ് ഉണ്ടെങ്കിൽ വരും. പിന്നെ ക്രെഡിറ്റ് പർച്ചേസ് ഈ ബാലൻസ് ഫിഗർ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ അക്കൗണ്ടിൽ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്ന ഭാഗമായിരിക്കും ഈ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ക്രെഡിറ്റ് പർച്ചേസ് അറിയുമെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഓപ്പണിംഗ്, ഈ ബാലൻസ് ബ്രോ ഡൗൺ എന്നുള്ള ഇതിന് നേരെ വരുന്ന ഫിഗർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതെല്ലാം ബാക്കി എല്ലാ ഫിഗറും ഇൻപുട്ട് ചെയ്തിട്ട് ബാലൻസിങ് ഫിഗർ ആയിട്ട് നമുക്ക് ബാലൻസ് ബ്രോ ഡൗൺ എന്നുള്ള കണ്ടുപിടിക്കാം. അതായത് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാം. ഇവിടെ താഴെ ഈ ലൈനിൽ എഴുതിയത് കണ്ടോ, ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും അതുപോലെ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സും അതുപോലെ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് കണ്ടുപിടിക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ ഈ ഒരു ക്രെഡിറ്റ് പർച്ചേസ് മാത്രമല്ല കിട്ടുക. മനസ്സിലായല്ലോ? ബാക്കിയുള്ള ഫിഗേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേത് ഒരു ഫിഗറും നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ഫിഗർ എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ക്യാഷ് പെയ്ഡ് കാണണമെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും. ഈ ടു ക്യാഷ് ടു ബാങ്ക് എന്നുള്ള ഐറ്റം ഉണ്ടല്ലോ, ടു ക്യാഷ് ഓർ ബാങ്ക്, ആ ഭാഗത്താണ് ബാലൻസ് ആയിട്ട് ആ ഐറ്റമാണ് കിട്ടുന്നതിന്. അതിൻ്റെ മീനിങ് എന്താ? ഇത് അവർ കൊടുത്ത ക്യാഷാണ്. അപ്പോൾ നമുക്ക് ഈ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഒന്ന്, എത്രത്തോളം ക്യാഷ് കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓപ്പണിംഗ്
ബാലൻസ് എത്രയാണ് ക്രെഡിറ്റേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലോസിംഗ് ബാലൻസ്, അതായത് ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, 4 കാര്യങ്ങൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് കണ്ടുപിടിക്കാം. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ്, അതുപോലെ ക്രെഡിറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ്, ക്യാഷ് പെയ്ഡ്, പിന്നെ ക്രെഡിറ്റ് പർച്ചേസ്. പ്രധാനമായിട്ടും ഈ ഒരു ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ടോട്ടൽ പർച്ചേസസ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വെച്ച് ക്രെഡിറ്റ് പർച്ചേസ് കാണാനല്ല, ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ പർച്ചേസ് ഈക്വൽസ് വാട്ട്? ക്യാഷ് പർച്ചേസസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസസ്. അപ്പോൾ ഇനി അതിൽ ആദ്യത്തെ ഐറ്റം നോക്കാം. ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓൺ 1/1/2019 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പണിംഗ് ആണ്. ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് 14,000. ദെൻ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന് കൊടുത്ത ക്യാഷ് 10,000. ബിൽസ് പേബിൾ ഗിവൺ ഓർ ബിൽ അക്സെപ്റ്റഡ്, നമ്മളോട് ബില്ല് കൊടുത്തതാണ്, ബിൽസ് ആക്സെപ്റ്റഡ് ആണ്, അത് 10,000 രൂപ. ബിൽസിന്റെ ഒക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടായിരിക്കും, ആ ഏരിയയിലേക്കൊന്നും ഇനി പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ബില്ലിനെ പറ്റിയൊക്കെ ഒരു പൊതുവായ ധാരണ ഉണ്ടാവും വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അറിയില്ല എങ്കിൽ ആ ബില്ലിന്റെ ഭാഗമൊക്കെ ഒന്ന് പോയിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും ബില്ല് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ 10,000 രൂപ, ബില്ല് ആക്സെപ്റ്റ് ചെയ്തത് 10,000 രൂപ. ബില്ല് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എൻട്രി ഒക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്നാണ് വരിക. പിന്നെ അടുത്ത ഐറ്റം ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദം, അവർ ഡിസ്കൗണ്ട് തന്നു, അതായത് ക്രെഡിറ്റേഴ്സ് നമുക്ക് ഡിസ്കൗണ്ട് തരണം. അപ്പോൾ നമുക്ക് ഇൻകം ആണല്ലോ, അപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ള രീതിയിലാണ് എഴുതുക. ഓക്കെ, പിന്നെ റിട്ടേൺസ് ഔട്ട്വേർഡ് ആണ് അടുത്ത ഐറ്റം. റിട്ടേൺസ് ഔട്ട്വേർഡ്, ഔട്ട്വേർഡ് പുറത്തേക്ക് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കലാണല്ലോ, അപ്പോൾ പുറത്തേക്ക് പോകുന്നത്. അകത്തേക്ക് വന്നത് പറയുമ്പോൾ പർച്ചേസ് ചെയ്ത സാധനം അത് ഔട്ട്വേർഡ് ആവുന്നു, പുറത്തേക്ക് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ അത് പർച്ചേസ് റിട്ടേൺസിനാണ് എന്തെന്ന് പറയാം? റിട്ടേൺസ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് 3,000 ആണ്. പിന്നെ ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ 31/12/2019, അതായത് ക്ലോസിംഗ് ഡേറ്റിലുള്ള ക്രെഡിറ്റേഴ്സ് ആണ്. പിന്നെ ക്യാഷ് പർച്ചേസസ് 10,000 രൂപ. ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അസർട്ടൈൻ ടോട്ടൽ പർച്ചേസസ്. ഓക്കെ, ദെൻ നൗ ലെറ്റ് us see how to ascertain or how to calculate total purchases. So in order to calculate total purchases, we have to prepare total creditors account. ഈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ആ തന്ന ഐറ്റംസ് ഒക്കെ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ, നമ്മൾ തന്ന ഐറ്റംസിലുള്ള ഒന്നാണ് എന്ത്? ഓപ്പണിംഗ് ബാലൻസ് തന്നിരുന്നു. അപ്പോൾ നമ്മൾ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ, ഇതാണ് ഓപ്പണിംഗ് ബാലൻസ് ആണത് 14,000 രൂപ എന്ന് എഴുതുക. ഓക്കെ, ബാക്കി തന്ന ഐറ്റംസ് അവർക്ക് കൊടുത്ത ക്യാഷിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ടു ക്യാഷ് 10,000, മനസ്സിലായല്ലോ? ടു ക്യാഷ് 10,000. പിന്നെ ബിൽസ് പേയബിൾ, അവർ ബില്ല് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് 10,000. ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി 500 രൂപ. റിട്ടേൺ ഔട്ട്വേർഡ്സ് 3,000 രൂപ. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ ക്ലോസിംഗ് ബാലൻസ് കാണിക്കുന്നത് 25,000 ആണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് എല്ലാം തന്നതാണ്. അത് നമ്മൾ അതിൻ്റെ സൈഡിൽ തെറ്റാതെ ഡെബിറ്റ് ചെയ്യേണ്ടതും ക്രെഡിറ്റ് ചെയ്യേണ്ടതും മാറാതെ ഇതിൽ എഴുതി വെച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ അതിലുണ്ടാവുന്ന ഒരു ഐറ്റം എന്താണ്? ക്യാഷ് പർച്ചേസ് ആണ്. ക്യാഷ് പർച്ചേസ് 10,000 ഉണ്ട്. ആ ക്യാഷ് അല്ല ഈ ക്യാഷിന് നേരെ കൊടുത്ത 10,000 കേട്ടോ, അത് തെറ്റിപ്പോയത്. ഇത് നമ്മൾ അവർക്ക് പൈസ കൊടുത്താണ്. ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടതിന് ശേഷം ആ കടം വീട്ടാൻ വേണ്ടി അവർക്ക് പൈസ കൊടുക്കൂലേ, അങ്ങനെ കൊടുത്ത പേയ്മെന്റ്സിന്റെ കണക്കാണ് ഈ 2 ക്യാഷ് 10,000 എന്നുള്ളത്. പിന്നെ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച കണക്കാണ് നേരത്തെ അവിടെ ലാസ്റ്റ് ആയിട്ട് തന്നിട്ടുള്ള ക്യാഷ് പർച്ചേസ്. അത് ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ വരില്ല, മനസ്സിലായല്ലോ? അത് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അതും ക്രെഡിറ്റേഴ്സ് തമ്മിൽ എന്തില്ല, ബന്ധമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. ഈ ഭാഗം ടോട്ടൽ ചെയ്യാൻ 48,500, ഈ ഭാഗവും 48,500 ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 14,000 ഉള്ളപ്പോൾ ബാലൻസ് ഫിഗർ ആയിട്ട് നമുക്ക് 34,500 എന്ന് കിട്ടും. ഇതായിരിക്കും എന്ത് വരുന്നത്? ക്രെഡിറ്റ് പർച്ചേസ്. ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയത് കണ്ടോ, ബാലൻസിങ് ഫിഗർ. ക്രെഡിറ്റ് പർച്ചേസ് 34,500. ഇനി നമ്മുടെ ഉത്തരം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ടോട്ടൽ പർച്ചേസസ്. വി വർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ പർച്ചേസസ്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? ടോട്ടൽ പർച്ചേസസ് ഈക്വൽസ് ക്യാഷ് പർച്ചേസസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസസ്. അപ്പോൾ ക്യാഷ് പർച്ചേസ് നേരത്തെ അപ്പുറത്ത് എടുക്കാത്ത റേറ്റ് ഉണ്ടായിരുന്നല്ലോ ക്വസ്റ്റ്യല്ലേ, അത് ഇവിടെ എടുക്കുക. 10,000 ആണ്. അപ്പോൾ അത് പ്ലസ് ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് 34,500 കിട്ടി, ഈക്വൽസ് 44,500 ആണ്. 44,500 rupees ഈസ് ടോട്ടൽ പർച്ചേസസ്. അപ്പോൾ അത് അത്രയാണെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തൊരു ഐറ്റമാണ്. ഇപ്പോൾ 2 ഐറ്റം നമ്മൾ പഠിച്ചു. മൂന്നാമത്തത് അസർട്ടൈൻമെന്റ് ഓഫ് ബിൽസ് റിസീവബിൾ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. റിസീവബിൾ എന്നാണ് കേട്ടോ, BLE ആണ് റിസീവബിൾ. അസർട്ടൈൻമെന്റ് ഓഫ് ബിൽസ് റിസീവബിൾ. അപ്പോൾ ഈ ബില്ല് കിട്ടാനുള്ളത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്നാണ് ഈ ഭാഗത്ത് നോക്കാനുള്ളത്. അപ്പോൾ അസർട്ടൈൻമെന്റ് ഓഫ് ബിൽസ്
റിസീവബിൾ. ഇവിടെ റിസീവബിളിൻ്റെ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്, BLE ആണ്, ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോട്ട്സൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ദെൻ ഇവിടെ എന്താണ്, ബൈ പ്രിപ്പയറിംഗ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തല്ലോ, അതുപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ബിൽസ് റിസീവബിൾ അറ്റ് ദ ബിഗിനിങ്. ഇപ്പോൾ ആ അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്ര ബിൽസ് റിസീവബിൾ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ക്ലോസിങ്ങിൽ എത്ര ബിൽസ് റിസീവബിൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് പ്രിപ്പയർ ചെയ്തുകൊണ്ട്? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഫോമ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫോർമാറ്റ് മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഡെബിറ്റിൽ എന്ത് ചെയ്യും? ടു ബാലൻസ് ബ്രോ ഡൗൺ. അത് ഓപ്പണിംഗ് ബാലൻസ് ആണ് വരിക. അസറ്റ് അല്ലേ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് ടു ബാലൻസ് ബ്രോ ഡൗൺ. ക്ലോസിംഗ് ബാലൻസ് ഇവിടെ ഉണ്ടാവും, ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, പിന്നെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, പിന്നെ ഇവിടെ ഡെബിറ്റ് സൈഡിൽ വരിക ഈ സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ എന്നാണ് അതിൻ്റെ മീനിങ്. ആ ഒരു വർഷക്കാലയളവിൽ എത്രത്തോളം ബില്ല് റിസീവ് ചെയ്തു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ്റ്റർ ടു സൺട്രി ഡെപ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ബില്ല് റിസീവ് ചെയ്തിട്ടുണ്ട് ആ വർഷം എന്നുള്ള ഉത്തരം ഇവിടെ കിട്ടും. ഇനി ബൈ ക്യാഷ് എന്നാണ്, അതായത് ഈ ബില്ല് ക്യാഷ് ആയിട്ട് കിട്ടുമല്ലോ, ബില്ല് ക്യാഷ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് നമ്മൾ എൻട്രി എന്താ എഴുതുക? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ബിൽസ് റിസീവബിൾ എന്ന് എഴുതും. അല്ലെ, ബിൽസ് റിസീവബിൾ ക്യാൻസൽ ആയി പോകും, ക്യാഷ് റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഈ ബില്ലിനെതിരെ ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാഷിന്റെ കണക്കാണ് ഇവിടെ എഴുതുന്നത്. മനസ്സിലായല്ലോ? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ബിൽസ് റിസീവബിൾ എന്നുള്ള എൻട്രി വരെ. അപ്പോൾ അവിടെ ബൈ ക്യാഷ് എന്ന് എഴുതും, കിട്ടിയതാണ്. പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ്, ഈ ബിൽസ് റിസീവബിൾ ഡിസോണർ ആയി കഴിഞ്ഞാൽ, ബിൽസ് റിസീവബിൾ ഡിസോണർ ആയാൽ ഈ ഡെപ്റ്റേഴ്സ് വീണ്ടും ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഡെപ്റ്റേഴ്സ് നമ്മൾ എന്താ എഴുതുക? സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബിൽസ് റിസീവബിൾ എന്ന് എഴുതും. ഓക്കെ, ഡിസോണർ ആയി കഴിഞ്ഞാൽ. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ്. അവിടെ ബിൽസ് റിസീവബിൾ എൻഡോസ്ഡ് ആണ്. എൻഡോസ്മെന്റ് ഉണ്ടല്ലോ, മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ് ഉണ്ട് ക്രെഡിറ്റേഴ്സിന്. അപ്പോൾ നമുക്ക് ഒരാളെ കയ്യിൽ നിന്ന് പൈസ കിട്ടാണ്ട് ആ ബില്ല് ആണല്ലോ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം? നമ്മൾ അതിനെ എൻഡോസ് ചെയ്യാന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിന് അത് അവർക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു സൺട്രി വരിക. സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. അതായത് ക്രെഡിറ്റേഴ്സ് നമ്മൾ പൈസ കൊടുക്കാൻ ഇല്ലാത്തത് കാരണോ അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നതിന് പകരമായിക്കൊണ്ട് നമുക്ക് കിട്ടാനുള്ള ബില്ല് അവർക്ക് എൻഡോസ് ചെയ്യുന്നു, അവർക്ക് കൊടുക്കും. മനസ്സിലായാലും അവർക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ കേസാണിത്. അപ്പോൾ അവിടെ തന്നെ ഈ ബില്ലിൻ്റെ എൻഡോസ്മെൻറ്റിൻ്റെ ഭാഗമൊക്കെ പ്ലസ് 1-ലൊക്കെ പ്ലസ് 2-ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് അറിയില്ല എങ്കിൽ ആ ഭാഗം ഒന്ന് എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ, അതാണ് ഏരിയ. ഞാൻ അത്യാവശ്യം പറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു, മനസ്സിലായിട്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എൻട്രി ഇങ്ങനെ എഴുതും, സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റർ. കാരണം ക്രെഡിറ്റേഴ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യും, കാരണം അത്ര കണ്ട് ക്രെഡിറ്റേഴ്സിൻ്റെ ബാധ്യത നമ്മൾ കുറയില്ല. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലാബിലിറ്റി കുറയും. അപ്പോൾ നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സിന് ഡെബിറ്റാണ് ചെയ്യുക. ഈ ബില്ല് റിസീവ് എന്നുള്ള ആസെറ്റ് നമ്മൾ കഴിയുന്ന അത്രത്തോളം കുറയും ചെയ്യും. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബിൽസ് റിസീവബിൾ എന്ന് വരും എൻട്രീനെ പറ്റി പറയുമ്പോൾ. ഓക്കെ, പിന്നെ ബാലൻസ് ക്യാരി ഡൗൺ. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഇതിൻ്റെ എവിടെ എന്തൊക്കെ എഴുതും എന്നുള്ളതിനെ പറ്റി നല്ലൊരു ധാരണ വേണം, അത് പഠിച്ചിരിക്കുക തന്നെ വേണം. ഓക്കെ, ജേണൽ എൻട്രിയാണ് അറിഞ്ഞിരിക്കേണ്ടത് ബേസിക്കലി. അപ്പോൾ നമുക്ക് തെറ്റാതെ എഴുതാൻ പറ്റും. എന്തായാലും ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ബിൽസ് റിസീവബിൾ ആസ് ഓൺ 1/1/2019 കിട്ടാനുള്ളത് 20,000. ബില്ല് ആ ഒരു ഡ്യൂറിങ് ദി ഇയറിൽ ആ ഒരു വർഷക്കാലയളവിൽ മൊത്തത്തിൽ അവർ റിസീവ് ചെയ്ത ബില്ല് 25,000 ഇത് റിസീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ടഡ് ഫ്രം ദ ബാങ്കേഴ്സ് ആണ്. ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ളത് 5,000 ആണ്. അപ്പോൾ അവിടെ ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ കയ്യിലിരിക്കുന്ന ബില്ല് നമുക്ക് ബാങ്കിൽ കൊടുത്തുകൊണ്ട് ബാങ്കിൽ നിന്നും അതിൻ്റെ പുറത്ത് നമുക്ക് അഡ്വാൻസ് ബാങ്കിൽ നിന്ന് കൈപ്പറ്റാവുന്നതാണ്. അങ്ങനെ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള ഈ ബില്ലുകൾ ബാങ്കിൽ കൊടുത്തുകൊണ്ട് അതിൻ്റെ ആ ബില്ലിൻ്റെ ഫുൾ എമൗണ്ട് കിട്ടൂല, അതിന് നിശ്ചിത തുക കുറച്ച് ബാങ്ക് നമുക്ക് അഡ്വാൻസ് ചെയ്യും. ഒരു ലോൺ കൊടുത്തരുന്ന പോലെ അതിൻ്റെ ബില്ല് അവർ ബാങ്കിൻ്റെ കയ്യിലായിരിക്കും, നമുക്ക് പൈസ തരും. ആ ഒരു രീതിയിൽ ചെയ്യുന്നതിനാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറയാം. അങ്ങനെ 5,000 രൂപ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ദെൻ ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബിൽസ് റിസീവബിൾ. പിന്നെ ബില്ല് റിസീവബിളിന്റെ പുറത്ത് കിട്ടിയത് 2,500 രൂപ. മനസ്സിലായല്ലോ? ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പോൾ ഇന്ന ഡേറ്റിൽ പൈസ തരുന്നുള്ള ഒരു കാര്യമല്ലേ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതങ്ങനെ ആ ഡേറ്റിലേക്ക് കിട്ടിയ പൈസന്റെ കണക്കാണ് 2,500. മൊത്തത്തിൽ ബിൽസ് റിസീവബിളിന്റെ ആ രീതിയിൽ 2,500 രൂപ അതിന്റെ പുറത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബില്ല് ഡിസോണർ ആയിട്ടുണ്ട്. 2,500 രൂപയുടെ ബില്ല് ഡിസോണർ ആയി. കൃത്യസമയത്ത് നമുക്ക് പൈസ ഒന്നും കിട്ടിയില്ല എന്നർത്ഥം. അതാണ് ഡിസോണർ ആവുക പറഞ്ഞ ചുരുക്കത്തിൽ. പിന്നെ ബിൽസ് റിസീവ്ഡ് എൻഡോസ്ഡ് ഇൻ ഫേവർ ഓഫ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അവിടെ എൻഡോസ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രെഡിറ്റേഴ്സിന് കൊടുത്തു, നമ്മൾ കിട്ടിയ ബില്ല് അവർക്ക് കൊടുക്കുക ചെയ്യുന്നത്, അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ആ രീതിയിൽ. അത് 3,000 രൂപ.
പിന്നെ അവിടെ ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ബിൽസ് റിസീവബിൾ ആസ് ഓൺ 31st ഡിസംബർ 2019. അപ്പോൾ അന്ന് എത്രത്തോളം ബില്ലാണ്, എത്ര എമൗണ്ടിൻ്റെ ബില്ലാണ് റിസീവബിൾ ആയിട്ടുള്ളത്, എത്രത്തോളം കിട്ടാനുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ഫോർമാറ്റിലേക്ക് ഇതെല്ലാം ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. ഇപ്പോൾ നമ്മൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ആദ്യം ബാലൻസ് പ്രോ ഡൗൺ ചെയ്യുന്നു. ടു ബാലൻസ് പ്രോ ഡൗൺ ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20,000. ഓക്കെ, ബാലൻസ് പ്രോ ഡൗൺ 20,000 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തുള്ളത് ബൈ ബാങ്ക്. ബാങ്കിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ അത് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയ പൈസ തന്നെ ബാങ്ക് 5,000 കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്യാഷ് 2,500. ക്യാഷ് എന്ന് പറഞ്ഞാൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കണക്ക് പറയുന്നുണ്ട്. 2,500 രൂപേൻ്റെ പൈസയായിട്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ പറഞ്ഞിട്ടുള്ളത് ഒരു സൺഡ്രി ഡെപ്റ്റേഴ്സ് ഉണ്ട് 2,500 രൂപ. അത് ആ ബില്ല് ഡിസോണറായ കേസ് വന്നല്ലോ, ബില്ല് ഡിസോണറായ ഒരു 2,500 ഉണ്ട്. അതാണ് അടുത്ത ഇവിടെ കാണാം. അതാണ് 2,500 രൂപ സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്നുള്ളതാണ് ബില്ല് ഡിസോണറായ കേസ്. പിന്നെ ക്രെഡിറ്റേഴ്സിന് എൻഡോസ് ചെയ്തിട്ടുണ്ട് 3,000 രൂപ. 3,000 രൂപയുടെ നമ്മൾ ക്രെഡിറ്റേഴ്സിന് എൻഡോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കവിടെ ക്ലോസിംഗ് ബാലൻസ് കാണാൻ പറ്റും. 32,000 രൂപയുടെ ക്ലോസിംഗ് ബാലൻസ് അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അത് ബാലൻസ് ഫിഗറായിട്ട് വന്നാണ്. പിന്നെ ഉള്ളത് ഈ ബിൽസ് റിസീവബിൾ ഡ്യൂറിങ് ദ ഇയർ ആണ്. 25,000 തന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മൾ ആ 25,000 കൂടെ എൻ്റർ ചെയ്യുന്നു. ബിൽസ് റിസീവബിൾ ഡ്യൂറിങ് ദ ഇയർ ഇവിടെ കാണാമല്ലോ. അതാണ് സൺഡേ ഡെപ്റ്റേഴ്സ് എന്നുള്ള പേരിൽ എഴുതിയിരിക്കണം കേട്ടോ. അതായത് സൺഡേ ഡെപ്റ്റേഴ്സിൻ്റെ ബിൽസ് റിസീവബിൾ ആണ്. അവർ 25,000 എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഇൻപുട്ട് ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഫിഗറായിട്ട് വരെ ഈ 32,000 വരെ ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ എന്നുള്ളത് 32,000. അപ്പോൾ അത്ര ബില്ലാണ് നമുക്ക് കിട്ടാനുള്ളത്. അത്ര രൂപയുടെ ബില്ലാണ് ക്ലോസിംഗ് ബാലൻസ് വരുന്നത്. അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഐറ്റവും മനസ്സിലായാലോ? ഓക്കെ, അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 32,000 കിട്ടും. ഒന്നുകൂടെ പറയാം, ഓപ്പണിംഗ് ബാലൻസ് ഇതിലേക്ക് എഴുതുന്നു. ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല, ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കണം, അത് മനസ്സിലാക്കണം. പിന്നെ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബിൽസ് റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ എന്ന് പറയുന്നതല്ല, അതാണ് ഇവിടെ 25,000 ഡെബിറ്റ് ചെയ്തത്. പിന്നെ ബാങ്കിൽ നിന്ന് 5,000 കിട്ടി, അത് ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയത്. പിന്നെ ക്യാഷ് ആയിട്ട് 2,500 രൂപ കിട്ടി. 2,500 രൂപയുടെ ബില്ല് ഡിസോണറായി. അപ്പോൾ സൺഡേ ഡെപ്റ്റേഴ്സ് വീണ്ടും ബില്ല് തരാനായി, പൈസ തരാനായി. ക്രെഡിറ്റേഴ്സിന് 3,000 രൂപയുടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. പിന്നെ ബാലൻസ് വന്നതാണ് 32,000. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം ഇതേപോലെ ബിൽസ് റിസീവബിളിൻ്റെ അത് ഓപ്പോസിറ്റ് വരുന്നതാണ് ബിൽസ് പേയബിൾ. അപ്പോൾ 4th പോയിന്റ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത് അസർട്ടൈൻമെന്റ് ഓഫ് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബിൽസ് പേയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കടത്തിന് വാങ്ങിക്കും, അപ്പോൾ പൈസ കൊടുക്കുന്നതിന് പകരം ബില്ല് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിൽസ് പേയബിൾ അക്കൗണ്ട്, ബിൽസ് റിസീവബിൾ മനസ്സിലാക്കിയ ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ ഓപ്പോസിറ്റാണ്. ബിൽസ് പേയബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും? മിസ്സിംഗ് ഫിഗേഴ്സ് ആയിട്ടുള്ള ബിൽസ് പേയബിളിൻ്റെ ബിഗിനിങ് ഓപ്പണിംഗ് ബാലൻസ്, അതായത് ബാലൻസ് പ്രോ ഡൗൺ എന്നുള്ള വരിക. അതുപോലെ ക്ലോസിംഗ് ബാലൻസും കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡ്യൂറിങ് ദ ഇയറിൽ എത്രത്തോളം ബിൽസ് പേയബിൾ ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇത് മൂന്നും മാറ്റിയാലും പറ്റും. ഇതിൽ അസർട്ടൈൻമെന്റ് ഓഫ് ബിൽസ് റിസീവബിൾ എന്നുള്ളതിൽ പഠിച്ചില്ലേ? ബിൽസ് റിസീവബിളിൻ്റെ കേസിൽ എന്തെല്ലാം പറ്റും? ഓപ്പണിംഗ് ബിൽസ് റിസീവബിളും ക്ലോസിംഗ് ബിൽസ് റിസീവബിളും ഡ്യൂറിങ് ദി ഇയറിൽ എത്ര ബില്ല് റിസീവബിൾ ആയി എന്നുള്ളത് കിട്ടും. ഇതിന് ഓപ്പോസിറ്റ് ബിൽസ് പേയബിളിൽ പറയാം. എന്തൊക്കെ പറയാം? ഓപ്പണിങ്ങിൽ കൊടുക്കാൻ എത്ര, ക്ലോസിംഗിൽ എത്ര ബില്ല്, എത്ര എമൗണ്ടിന്റെ ബില്ല് കൊടുക്കാനുണ്ട്, ആ ഡ്യൂറിങ് ദി ഇയറിൽ എത്രത്തോളം ബില്ലാണ് ഉണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബിൽസ് പേയബിളിന്റെ ഫോർമാറ്റ് വരുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് വരിക. ഇത് ക്രെഡിറ്റ് വരുന്ന ആയിട്ടാണല്ലോ. അപ്പോൾ ബൈ ബാലൻസ് പ്രോ ഡൗൺ എന്നാണ് വരിക ഓപ്പണിംഗ്. ക്ലോസിംഗ് അവിടെ ഡെബിറ്റ് സൈഡിൽ ലാസ്റ്റ് ആയിട്ട് കണ്ടല്ലോ ബാലൻസ് ക്യാരി ഡൗൺ, ക്ലോസിംഗ് ബാലൻസ് വരും. ഓക്കെ, പിന്നെ അവർക്ക് പൈസ കൊടുത്ത കണക്കാണ് ഇവിടെ വരിക. ടു ക്യാഷ്, പിന്നെ എന്താണ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് വരും. ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെബിറ്റ് വരും. പിന്നെ ബാലൻസ് പ്രോ ഡൗൺ. ഓക്കെ, പിന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആണ്. ഡ്യൂറിങ് ദ ഇയറിൽ എത്രത്തോളം ബില്ലാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇഷ്യൂഡ് ഓർ ആക്സെപ്റ്റൻസ് ഗിവൺ, എത്രത്തോളം ബില്ല് നമ്മൾ ഇഷ്യൂ ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം ബില്ലിൻ്റെ ആക്സെപ്റ്റൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ ബിൽസ് പേയബിൾ പ്രിപ്പയർ ചെയ്താൽ എന്ത് മനസ്സിലാക്കാം? ബില്ലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്ര, ബില്ലിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്ര, അതുപോലെ തന്നെ ഡ്യൂറിങ് ദ ഇയറിൽ എത്രത്തോളം രൂപയുടെ ബില്ല് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അത് വെച്ചുകൊണ്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ദ ഫോളോയിങ് അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് ബിൽസ് പേയബിൾ ഓൺ 1/1/2019. അതായത് ഓപ്പണിംഗ് ഡേറ്റിൽ എത്രത്തോളം ബില്ല് കൊടുക്കാനുണ്ടായിരുന്നു, എത്ര രൂപയുടെ ബില്ല് കൊടുക്കാനുണ്ടായിരുന്നു കണ്ടുപിടിക്കാനാണ്. അതോടെ എന്താ കണ്ടുപിടിക്കേണ്ടത്?
ഓപ്പണിംഗ് ബാലൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാമല്ലോ. ഓപ്പണിംഗ് ഒഴിച്ച് ബാക്കി എല്ലാം അതിലേക്ക് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഫിഗറായിട്ട് എന്ത് കിട്ടും? ഓപ്പണിംഗ് സ്ഥാനത്ത് വരുന്നതായിരിക്കും ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ നമുക്കത് പ്രിപ്പയർ ചെയ്യാം സിമ്പിളായിട്ട്. ക്വസ്റ്റ്യൻ നോക്കാം ആദ്യം. ബിൽസ് പേബിൾ ഇഷ്യൂഡ് ടു ക്രെഡിറ്റേഴ്സ് ഡ്യൂറിംഗ് ദ ഇയർ. ഡ്യൂറിംഗ് ദ ഇയറിൽ അവർക്ക് കൊടുത്ത 20,000 രൂപയുടെ ബില്ല് നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ബിൽസ് പേബിൾ പെയ്ഡ്, കൊടുക്കാണ്ടായിരുന്ന ബില്ല് കൊടുത്തു, അതിന് മെച്യൂരിറ്റി ഡേറ്റിൽ എത്തുമ്പോൾ നമ്മൾ ആ ബില്ല് പേയ്മെന്റ് നടത്തുമല്ലോ, അതാണ് ബിൽസ് പേബിൾ പെയ്ഡ്. കൊടുക്കാനുള്ള ബില്ല് പേ ചെയ്തത് 10,000 രൂപയുടേത്. ബിൽസ് പേബിൾ ഡിസോണേഡ്, ആ സമയത്തിട്ട് കൊടുക്കാൻ പറ്റാതെ ഡിസോണറായി പോയ കേസുകളുണ്ട്, 4,000 രൂപയുടേത്. ബിൽസ് പേബിൾ ആസ് ഓൺ 31 ഡിസംബർ 2019, ആ വർഷത്തിന്റെ എൻഡിൽ ബില്ല് കൊടുക്കാനുള്ളത് എത്ര രൂപയുടേതുണ്ട്? 20,000. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ബിൽസ് പേബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. അത് എന്താ ചെയ്യണ്ടേ? ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എഴുതി, അതായത് കൊടുത്തതാണ് ടു ക്യാഷ്. 10,000 കൊടുത്തു, കൊടുക്കുമ്പോൾ ഇതിൽ എൻട്രി വരിക ബിൽസ് പേബിൾ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്ന് വരും. അപ്പോൾ 10,000 രൂപ, ആ 10,000 ഇവിടെ വന്നു. പിന്നെ ഡ്യൂറിംഗ് ദ ഇയറിൽ വന്നിട്ടുള്ള, ഡ്യൂറിംഗ് ദ ഇയർ അല്ല, സൺട്രി ക്രെഡിറ്റേഴ്സ് വന്നത് 4,000. ബിൽസ് പേബിൾ ഡിസോണർ ആയ കേസാണ്. ബിൽസ് പേബിൾ ഡിസോണർ ആയ വീണ്ടും ലാബിലിറ്റി വരിക ചെയ്യാം. ബിൽസ് പേബിൾ അക്കൗണ്ട് അപ്റ്റർ ടു സൺട്രി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ടു സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നല്ലേ വരുന്നത്. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ള ലാബിലിറ്റി വീണ്ടും റൈസ് ചെയ്യുന്നു, അതുകൊണ്ടാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് വരുന്നത്. ഓക്കെ, ബിൽസ് പേബിൾ അക്കൗണ്ട് ക്യാൻസൽ ആയി പോവുകയും ചെയ്യും, പകരം സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ട് വീണ്ടും വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ജനറൽ എൻട്രി ബേസിക്സ് ആണ് കേട്ടോ. അത് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള ചാപ്റ്റർ ഉണ്ടാവും +1 +2. അപ്പോൾ ആ ബുക്കുകളൊക്കെ ഒന്ന് പോയിട്ട് പഠിച്ചതൊക്കെ മുൻപേ പഠിച്ചതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ അക്കൗണ്ട് അപ്റ്റർ ടു സൺട്രി ക്രെഡിറ്റേഴ്സ് 4,000. പിന്നെ ബാലൻസ് ക്യാരി ഡൗൺ, ഇത് ക്ലോസിംഗ് ബാലൻസ് ആണല്ലോ 20,000, അത് നിങ്ങൾ ഇതിലേക്ക് കോപ്പി ചെയ്യാം 20,000. പിന്നെ ഓപ്പണിംഗ് ബാലൻസ്, അത്രേ ഉള്ളൂ ഈ സൈഡിൽ വരുന്ന ഐറ്റംസ്. ദെൻ പിന്നെ ഉള്ളത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് 20,000, ബിൽസ് പേബിൾ അത് നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ബിൽസ് പേബിൾ ഇഷ്യൂഡ് ടു ക്രെഡിറ്റേഴ്സ് ഡ്യൂറിംഗ് ദ ഇയർ. ബിൽസ് പേബിൾ ഇഷ്യൂഡ് ടു ക്രെഡിറ്റേഴ്സ് ഡ്യൂറിംഗ് ദ ഇയർ എത്രയായിരുന്നു? 20,000. ആ 20,000 ആണ് ഇവിടെ. അതാണ് ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ക്രെഡിറ്റേഴ്സിന് എത്രത്തോളം ബില്ല് കൊടുത്തിട്ടുണ്ട്? 20,000 ബില്ല് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെച്ച് നമ്മൾ ബാലൻസ് ചെയ്യാം. അപ്പോൾ ഈ ഡെബിറ്റ് സൈഡിൽ 34,000, ഇവിടെയും 34,000 എഴുതുന്നു. അപ്പോൾ 20 ഉള്ളൂ ഇവിടെ. ബാലൻസ് എത്ര വരും? ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 14,000 ഷോർട്ടാണ്. ഈ 14,000 ആയിരിക്കും എന്ത് വരിക? ബാലൻസ് ഫിഗർ ആയിട്ട് വരുന്നത്. ആൻഡ് ദിസ് ഈസ് ദി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബിൽസ് പേബിൾ. ബാലൻസ് പ്രോ ഡൗൺ എന്ന് എഴുതിയിട്ട് അതിന് നമ്മൾ 14,000 നേരെ എഴുതുന്നു. അതാണ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ 14,000 ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്ഥാനങ്ങളിലും നമ്മൾ ഫിഗേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ 14,000 അവിടെ ഷോർട്ടായിട്ട് ഇവിടെ കാണിക്കും. ആ ബാലൻസ് ഫിഗറിന് നേരെയാണ് ബൈ ബാലൻസ് പ്രോ ഡൗൺ. അപ്പോൾ ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് അതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താ ചോദിച്ചിട്ടുള്ളതെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ഉത്തരം എഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാനുള്ളത്. ഇതിൻ്റെ ബാക്കി ഇനി ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ അതും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്. അതോടുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ടേംസ്, ഈ മിസ്സിംഗ് ഫിഗേഴ്സ് അവിടെ തീരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.